കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിൽ പോയപ്പോൾ അവിടുന്ന് പ്രസാദം കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറേ പേര് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഉള്ള ഒരു പ്രസാദം എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഇട്ടത് അദ്വൈത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് കേട്ടോ. ക്ഷേത്രത്തിലെ പ്രസാദത്തിലാണോ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ദേഷ്യപ്പെടാൻ വരട്ടെ, മാടായിക്കാവിലെ പ്രസാദത്തിൽ ചിക്കനും ഉണ്ടാവാറുണ്ട് കേട്ടോ. അകപൂജ എന്ന് പറയുന്ന പൂജ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദമായിട്ടാണ് ഈ ചിക്കൻ പ്രസാദം തരുന്നത്. മാടായിക്കാവിൽ ആരാധിക്കുന്നത് ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ്. ശാക്തയാരാധന നടത്തുന്ന ക്ഷേത്രങ്ങളിൽ മദ്യം, മാംസം ഇതൊക്കെ പൂജകളിൽ ഉപയോഗിക്കും കേട്ടോ. അത്തരമൊരു ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവ്. മാടായിക്കാവിൽ വന്നിട്ട് അകപൂജ എന്ന പൂജ കഴിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായി നൽകുന്ന പ്രസാദമാണ് ഈ ഒരു ചിക്കൻ പ്രസാദം. നല്ല നാടൻ കോഴിയെ കുരുമുളക്, തേങ്ങാപ്പൂള് ഇതൊക്കെ ഇട്ട് നന്നായി വരട്ടിയെടുത്തിട്ടാണ് ഈ പ്രസാദം തയ്യാറാക്കുന്നത്. ഈ ഒരു പ്രസാദത്തിന്റെ കൂടെ തന്നെ ചെറുപയറും ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെയായിട്ട് പായസവും ഉണ്ടാകും കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ പങ്കുവെച്ച വീഡിയോയിൽ ഞാൻ പായസമായിരുന്നു കഴിക്കുന്നത്. കാവിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വനപ്രദേശത്ത് വെച്ചായിരുന്നു ഞാൻ പ്രസാദം കഴിച്ചത്. ആ ഒരു ലൊക്കേഷനൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് ഭക്തരാണ് ഈ മാടായിക്കാവിലേക്ക് വരാറുള്ളത്. ഞാൻ പോയത് ഒരു ഞായറാഴ്ച ദിവസമായതുകൊണ്ടും നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ പ്രസാദം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൗണ്ടറിൽ പോയിട്ട് അകപൂജ എന്ന് പറഞ്ഞാൽ മതി. 100 രൂപയാണ് അകപൂജയുടെ റേറ്റ് വരുന്നത്. മാടായിക്കാവിലെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് പൂരമഹോത്സവമാണ്. ഈ പൂരമഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള പൂരക്കുടി കാണാനായിട്ട് ആയിരക്കണക്കിന് ഭക്തരാണ് മാടായിക്കാവിലേക്ക് വരാറുള്ളത്. ഇതിനു പുറമെ മെയ് മാസം അവസാനമായി അല്ലെങ്കിൽ ജൂൺ 1-ാം വാരത്തിൽ നടക്കുന്ന കലശ മഹോത്സവം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് കാണാനും ആയിരക്കണക്കിന് ഭക്തർ വരാറുണ്ട്. ഈ കലശ മഹോത്സവത്തോടനുബന്ധിച്ച് ഒട്ടനവധി തെയ്യക്കോലങ്ങളും കെട്ടിയാടാറുണ്ട് മാടായിക്കാവിൽ. അപ്പോൾ അടുത്ത തവണ കണ്ണൂരിൽ വരുമ്പോൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ മാടായിക്കാവ്. മാടായിക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഒരു മനോഹരമായ ഭൂപ്രദേശത്താണ്. വളരെ ഭംഗിയുള്ള ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. മഴക്കാലമൊക്കെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ചുറ്റും നല്ല വെള്ളമൊഴുക്കും ഇതൊക്കെ ആയിട്ട് വളരെ വളരെ ഭംഗിയുള്ള ഒരു പ്രദേശം കൂടിയാണ് മാടായിക്കാവ്. കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ ദൂരമുണ്ട് മാടായിക്കാവിലേക്ക്. മാടായിക്കാവിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ.